ദശകം 100 ഭഗവാന്റെ കേശാദിപാദം. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീ ലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈ ആവീതം നാരദാദ്യൈർവിലസതുപനിഷത് സുന്ദരീ മണ്ഡലൈശ്ച. അഗ്രേ പശ്യാമി തേജഃ നിബിഡതര കളായ ആവലി ലോഭനീയം പീയൂഷ ആപ്ലാവിതഃ അഹം തദനു തദുദരേ ദിവ്യ കൈശോരവേഷം താരുണ്യ ആരംഭരമ്യം പരമസുഖരസ ആസ്വാദ രോമാഞ്ചിത അംഗൈഃ ആവീതം നാരദാദ്യൈഃ വിലസത് ഉപനിഷത് സുന്ദരീ മണ്ഡലൈഃ ച. അഗ്രേ പശ്യാമി, ഞാനിതാ മുൻപിൽ കാണുന്നു. തേജഃ, ഒരു പ്രകാശമാണ് കാണുന്നത്. എങ്ങനെയുള്ള പ്രകാശം? നിബിഡതര, ഇടതൂർന്ന് നിൽക്കുന്ന കളായ ആവലി, കളായം കായാമ്പു ആവലി കൂട്ടം, ഇടതൂർന്ന് നിൽക്കുന്ന കായാമ്പുവിൻ കൂട്ടം പോലെ ലോഭനീയം, അതിമനോഹരവും. പീയൂഷ ആപ്ലാവിതഃ അഹം, ഞാൻ ഒരു അമൃത സമുദ്രത്തിൽ മുങ്ങിയവനെ പോലെയായി. തദനു തദുദരേ ദിവ്യ കൈശോരവേഷം, ആ പ്രകാശത്തിൻ്റെ ഉള്ളിലായിട്ട് ദിവ്യമായിരിക്കുന്ന ഒരു ബാലസ്വരൂപം. താരുണ്യ ആരംഭരമ്യം, താരുണ്യം ആരംഭിക്കുന്നത് കൊണ്ട് മനോഹരമായിരിക്കുന്ന പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈഃ, പരമാനന്ദമാകുന്ന രസം ആസ്വദിച്ച് കോൾമയർ കൊണ്ട സകല അവയവങ്ങളോടും കൂടിയ നാരദാദ്യൈഃ, നാരദർ മുതലായ വിലസതുപനിഷത് സുന്ദരീ മണ്ഡലൈഃ ച, മിന്നിത്തിളയും കൊണ്ട് അടുത്ത് നിൽക്കുന്ന സുന്ദരി സമൂഹങ്ങളാലും ഒക്കെ ആവീതം, ചുറ്റപ്പെട്ടതും ആയ ദിവ്യ കൈശോരവേഷം, ഒരു ദിവ്യമായിരിക്കുന്ന കിശോരാകൃതിയിലുള്ള രൂപത്തെ അഹം അഗ്രേ പശ്യാമി, ഞാനിതാ മുന്നിൽ കാണുന്നു. 99 ദിവസമായി ഭഗവാനെ ഓരോ ദിവസവും ഓരോ ശ്ലോകങ്ങൾ രചിച്ചുകൊണ്ട് ഭജനം ഇരുന്നു വരുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി 99ാം ദശകത്തിലെ അവസാന ശ്ലോകം എഴുതിയപ്പോഴും പറഞ്ഞത് അവ്യക്തം തേ സ്വരൂപം ദുരധിഗമതമം തത്വശുദ്ധൈകസത്വം. അവ്യക്തം തേ സ്വരൂപം എന്നാണ് പറഞ്ഞത്. അങ്ങയുടെ രൂപം ഒട്ടും വ്യക്തമല്ല ഭഗവാനെ. ഭഗവാൻ അപ്പോൾ ഒരു അനുകമ്പ തോന്നി മേൽപ്പത്തൂരിനോട്. 99 ദിവസമായിട്ട് എൻ്റെ നടയിലിരുന്ന് ഈ ഒരു ഭക്തൻ എനിക്ക് വേണ്ടി എന്നെ പ്രകീർത്തിച്ചുകൊണ്ട് ശ്ലോകങ്ങൾ എഴുതിയ ആൾക്ക് ഇപ്പോഴും എന്നെ കാണാൻ കഴിയുന്നില്ല, എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ എനിക്ക് ഭക്തന്മാരെ കിട്ടാതാവില്ലേ എന്നോർത്തിട്ടാവാം ഭഗവാൻ ഉടനെ തന്നെ തൻ്റെ ദിവ്യമായ കൈശോരവേഷം മേൽപ്പത്തൂരിന് നേരിൽ കാണിച്ചു കൊടുത്തു. ആ രൂപത്തെയാണ് മേൽപ്പത്തൂർ ഇവിടെ വളരെ സന്തുഷ്ടനായി ഇരുന്നു കൊണ്ട്, വാതരോഗത്തിൽ നിന്ന് പൂർണ്ണ മുക്തി നേടിയവനായിരുന്നു കൊണ്ട് ഭഗവാന്റെ ആ രൂപത്തെ വർണ്ണിക്കുന്നത്. ഞാനിതാ മുൻപിൽ കാണുന്നു, മനോഹരമായിരിക്കുന്ന കായാമ്പൂവിൻ്റെ കൂട്ടങ്ങൾ പോലെ മനോഹരമായിരിക്കുന്ന ഒരു പ്രകാശം ഞാനതിൽ കാണുന്നു. ആ പ്രകാശത്തിനിടയിലായിട്ട്
താരുണ്യാരംഭം കൊണ്ട് രമ്യം മനോഹരമായിരിക്കുന്നതായ ഒരു കിശോര വേഷം, ഒരു ബാലവേഷത്തിലുള്ള ആ ഭഗവാനെയാണ് ഞാൻ ആ പ്രകാശത്തിനിടയിൽ നിന്ന് കാണുന്നത്. എന്നാൽ ഭഗവാൻ തനിയെയല്ല, അദ്ദേഹത്തിന് ചുറ്റുമായിട്ട് നാരദാദ്യേഹി, നാരദൻ മുതലായ മഹർഷിമാരൊക്കെ ഭഗവാന് ചുറ്റും നിൽപ്പുണ്ട്. പിന്നെ ഉപനിഷത് സുന്ദരി മണ്ഡലൈഹി ച, ഉപനിഷത് സുന്ദരിമാരും ഒക്കെ ഭഗവാന്റെ ചുറ്റും നിൽക്കുന്നതായിട്ടും ഉള്ള ഒരു രംഗമാണ് മേൽപ്പത്തൂർ ഇവിടെ കാണുന്നത്. ഏതൊന്നാണോ മേൽപ്പത്തൂർ ഈ 99 ദിവസത്തെ ഭജനത്തിലൂടെ ഭഗവാനിൽ നിന്ന് ആഗ്രഹിച്ചത്, ആ ഭഗവാന്റെ ദിവ്യമായ രൂപത്തെ കാണുക, അല്ലെങ്കിൽ ആ രൂപം ദർശിക്കുവാനുള്ള മഹാഭാഗ്യമാണ് മേൽപ്പത്തൂരിന് ലഭിച്ചത് എന്ന് വേണം ഈ ശ്ലോകം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അറിയുവാൻ. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന മറ്റൊരു കാര്യം, ആർത്തനായിരുന്ന് നിരന്തരമായ ഭക്തിയോടെ ഏതൊരു ഭക്തൻ ഭഗവാനെ വിളിച്ചാലും അവരുടെ എല്ലാ വിഷമതകളും തീർത്തുകൊണ്ട് ഭഗവാൻ അനുഗ്രഹം നൽകും എന്നുകൂടി നമുക്കിവിടെ മനസ്സിലാക്കിയെടുക്കാം. ആദ്യമെല്ലാം ഒരു ആർത്തനായ ഭക്തനായിട്ടാണ് മേൽപ്പത്തൂർ നാരായണീ രചന തുടങ്ങിയത്. ഗീതയിൽ പറയും, ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. ചതുർവിധ ഭജന്തേ മാം, 4 വിധത്തിലുള്ള ആളുകളാണ് സാധാരണയായിട്ട് എന്നെ വിളിക്കുന്നത്. ആർത്തഃ ജിജ്ഞാസുഹു അർത്ഥാർത്ഥി ജ്ഞാനി. ഇതിൽ രോഗപീഠ മൂലം വളരെയധികം വിഷമിച്ചിരുന്ന മേൽപ്പത്തൂർ തികച്ചും ഒരു ആർത്ത ഭാവത്തോടു കൂടി തന്നെയാണ് ഭഗവാനെ ഭജിക്കുവാൻ ആരംഭിച്ചത്. പ്രത്യേകിച്ച് 3-ാമത്തെ ദശകം രചിക്കുമ്പോൾ ആ ദശകം മുഴുവനും മേൽപ്പത്തൂരിൻ്റെ രോദനങ്ങൾ തന്നെയാണ്. വാതരോഗം മൂലം വിഷമതകൾ അനുഭവിക്കുന്ന അദ്ദേഹത്തിന് കാവ്യരചന നടത്താൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരല്പം ഒരാശ്വാസം കിട്ടിയപ്പോൾ ഞാൻ ഇനി യോഗ അഭ്യാസം കൊണ്ട് ഈ ലഭിച്ച ആരോഗ്യത്തെ നന്നാക്കി എടുക്കുവാനായിട്ട് ശ്രമിക്കാം എന്നെല്ലാം പറഞ്ഞ് 4-ാമത്തെ ദശകം രചിക്കുന്നത്. പിന്നീടുള്ള ദശകങ്ങളെല്ലാം സമർപ്പണ ശ്ലോകത്തിൻ്റെ അവസാന വരിയിലായിട്ട് ഭഗവാനെ എന്നെ രക്ഷിക്കണേ, എൻ്റെ രോഗം മാറ്റണേ, എനിക്ക് ഭക്തി തരണേ എന്നെല്ലാം ഉള്ള പ്രാർത്ഥന വളരെ പരിമിതമായി ചുരുങ്ങി. അതിനർത്ഥം പിന്നീടുള്ള ദശകങ്ങൾ രചിക്കുമ്പോഴെല്ലാം മേൽപ്പത്തൂരിന് അല്പം ഒരാശ്വാസം ലഭിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ 99 ദശകങ്ങളിലും സമർപ്പണ ശ്ലോകത്തിൽ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് അപേക്ഷിച്ച മേൽപ്പത്തൂർ ഈ 100-ാം ദശകത്തിൽ അപ്രകാരം ഒരു അപേക്ഷ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നില്ല എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ വാതരോഗ പീഡയെല്ലാം മാറിയിരിക്കുന്നുവെന്നും ഭഗവാന്റെ ദർശനം ലഭിച്ച മേൽപ്പത്തൂർ പൂർണ്ണമായ സംതൃപ്തിയെ പ്രാപിച്ചു എന്നുമാണ്. ഒരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മിക്കേണ്ടത്, 27-ാമത്തെ വയസ്സിലാണ് മേൽപ്പത്തൂർ നാരായണീയ രചന പൂർണ്ണമാക്കി ഭഗവത് പാദത്തിൽ സമർപ്പിച്ചത്. അദ്ദേഹം പിന്നീട് വാതരോഗ പീഡ ഇല്ലാതെ 84 വയസ്സ് വരെ ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഭക്തിരസ പ്രധാനമായിരിക്കുന്ന നാരായണീയ കാവ്യത്തിന് ഇത്രയേറെ പ്രസക്തിയുണ്ട് എന്ന് ഇത് രചിക്കുന്ന സമയത്ത് മേൽപ്പത്തൂർ പോലും പ്രതീക്ഷിച്ച് കാണില്ല. എന്നാൽ ഇന്ന് ഈ നാരായണീയ കാവ്യം സ്വായത്തമാക്കിക്കൊണ്ട് ഹൃദയസ്ഥമാക്കിക്കൊണ്ട് നിരവധി ഭക്തന്മാരാണ്
സംസാര സാഗരത്തെ തരണം ചെയ്യുന്നത്. അവർക്കെല്ലാം ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹാശിസുകളും ലഭിക്കുന്നു എന്നതും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏത് രീതിയിലാണ് ഭഗവാനെ ഉപാസിക്കുന്നത് എന്നതിനനുസരിച്ചാണ് ഓരോ ഭക്തർക്കും ലഭിക്കുന്ന അനുഗ്രഹം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ആരാണോ സർവവും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഉപാസിക്കുന്നത്, അവർക്ക് അവരുടെ എല്ലാ വിഷമതകളെയും പരിഹരിച്ചുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കും എന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈ ആവീതം നാരദാദ്യർവിലസതുപനിഷത് സുന്ദരീ മണ്ഡലൈശ്ച നീരാഭം കുഞ്ചിതാഗ്രം ഘനമമലധരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം വലയിതമുദയ ചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരസൃങ്നിവീതം തവ പൃഥുഖബരീ ഭാരമാലോകയേഹം സ്നിഗ്ധശ്വേതോർധ്വപുണ്ഡ്രാമഭിജസുലളിതാം ഫാലബാലേന്ദുവീഥിം നീലാഭം കുഞ്ചിത അഗ്രം ഘനം അമലധരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സ അഭിരാമം വലയിതം ഉദയചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരസൃങ്നിവീതം തവ പൃഥുകബരീഭാരം ആലോകൈ അഹം സ്നിഗ്ധ ശ്വേത ഊർധ്വപുണ്ഡ്രാം അഭിജസുലളിതാം ഫാലബാലേന്ദുവീഥി. നീലാഭം നീല നിറം പൂണ്ടതും കുഞ്ചിതാഗ്രം അഗ്രം അല്ലെങ്കിൽ അറ്റം ചുരുണ്ടതും ഘനം അഴുക്കില്ലാത്തതും ഘനം ഇടതൂർന്നതും അമലതരം അഴുക്കില്ലാത്തതുമായ സംയതം ചാരുഭംഗ്യ മനോഹരമായി ഒതുക്കി കെട്ടിയിരിക്കുന്ന ഭഗവാന്റെ തിരുമുടി രത്നോത്തം സാഭിരാമം രത്നം പതിച്ചിട്ടുള്ള ശിരോലങ്കാരങ്ങൾ അണിഞ്ഞ് മനോഹരമായതും വലയിതം ഉദയചന്ദ്രകൈ പിഞ്ചജാലേഹി ഉദയചന്ദ്രകൈ തെളിഞ്ഞു മിന്നുന്ന കണ്ണുകളുള്ള പിഞ്ചജാലേഹി മയിൽപീലികൾ വലയിതം നിരത്തി കുത്തിവച്ചിരിക്കുന്നതും മന്ദാരസൃങ്നിവീതം മന്ദാരപ്പൂമാല തിരുമുടിയിൽ ചുറ്റിക്കെട്ടിയിരിക്കുന്നതും തവ പൃഥുകബരീഭാരം അങ്ങനെയുള്ള ആ മുടിക്കെട്ട് ആലോകയെ അഹം ഞാനിതാ കാണുന്നു. പിന്നെയോ സ്നിഗ്ധ ശ്വേത ഊർധ്വപുണ്ഡ്രാം സ്നിഗ്ധമായിരിക്കുന്ന മിനുപ്പാർന്ന ശ്വേത വെളുത്ത ഊർധ്വപുണ്ഡ്രാം ഗോപിക്കുറി അണിഞ്ഞതും സുലളിതാം അതിമനോഹരവും ആയിരിക്കുന്ന ബാലേന്ദുവീതിയും പഞ്ചമി ചന്ദ്രന് തുല്യമായിരിക്കുന്ന ഭഗവാന്റെ നെറ്റിത്തടവും ഞാനിതാ കാണുന്നു. ഇവിടെ ഭഗവാന്റെ ശിരസിൽ നിന്നാണ് വർണ്ണന തുടങ്ങുന്നത്. ആദ്യം ഭഗവാന്റെ ശിരസിലുള്ള തിരുമുടിക്കെട്ട് വളരെ മനോഹരമായതും നീല നിറമുള്ളതും അറ്റം ചുരുണ്ടിരിക്കുന്നതുമായ അഴുക്കില്ലാത്ത മനോഹരമായി ഒതുക്കി കെട്ടിയിരിക്കുന്ന ആ തിരുമുടിയിൽ രത്നം പതിച്ചിരിക്കുന്ന ശിരോലങ്കാരങ്ങൾ ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തിളങ്ങുന്ന മയിൽപീലി കണ്ണുകളോടുകൂടിയ പീലികൾ നിരത്തി കുത്തിയിട്ടുണ്ട് ഭഗവാന്റെ ആ മുടിക്കെട്ടിന് ചുറ്റും. അതിലെ മന്ദാരസൃങ്നിവീതം മന്ദാരപ്പൂമാല കൊണ്ട്
ചുറ്റിക്കഴിയുന്നുണ്ട്. അപ്രകാരമുള്ള ഭഗവാന്റെ ആ പൃഥുകപരീഭാരം ആലോകയേഹം, ഭഗവാന്റെ ആ മുടിക്കെട്ടിനെ ഞാനിതാ കാണുന്നു എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ തിരുനെറ്റിയിലുള്ള ഗോപിക്കുറി, വെളുത്തതും ഊർധ്വപുണ്ട്രം, മുകളിലോട്ട് വണ്ണം കുറഞ്ഞിരിക്കുന്നതായ ഗോപിക്കുറിയും പഞ്ചമി ചന്ദ്രനോട് ഉപമിക്കാവുന്ന ഭഗവാന്റെ നെറ്റിത്തടവും ഞാനിതാ കാണുന്നു. ഭഗവാന്റെ കേശാദിപാത വർണ്ണനയിൽ ഈ ഒരു ശ്ലോകം കൊണ്ട് മേൽപ്പത്തൂർ ഭഗവാന്റെ തിരുമുടിയെയും അതിലെ അലങ്കാരങ്ങളെയും അത് കഴിഞ്ഞ് ഭഗവാന്റെ തിരുനെറ്റിയിലെ ഗോപിക്കുറിയെയും ഭഗവാന്റെ മനോഹരമായ നെറ്റിയെ തന്നെയും ആണ് വർണ്ണിച്ചിട്ടുള്ളത്. എന്താണോ മേൽപ്പത്തൂരിൻ്റെ മുൻപിൽ ഭഗവാൻ ദൃശ്യമാക്കി കൊടുത്ത രൂപം, ആ രൂപത്തെ വാക്കുകളിലേക്ക് ഒപ്പിവെച്ചിരിക്കുകയാണ് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഏതൊരു രൂപമാണോ അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞത്, ആ രൂപത്തെ വാക്കുകൾ കൊണ്ട് ചിത്രീകരിക്കുകയാണ് മേൽപ്പത്തൂർ ഇവിടെ ചെയ്തിരിക്കുന്നത്. നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം വലയിതമുദയ ചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരസ്രഗ്നിവീതം തവ പൃഥുകപരീഭാരമാലോകയേഹം സ്നിഗ്ധശ്വേതോർധ്വപുണ്ട്രാമഭിച സുലളിതാം ബാലബാലേന്ദുവീതിം ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരീ ചഞ്ചല ഭ്രൂവിലാസൈ ആനീലസ്നിഗ്ധപശ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോതേ സാന്ദ്രശ്ചായം വിശാലാരുണകമലദളാകാരമാം മുഗ്ധതാരം കാരുണ്യാലോകലീലാ ശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ. ഹൃദ്യം പൂർണ്ണ അനുകമ്പ അർണവ മൃദുലഹരീ ചഞ്ചല ഭ്രൂവിലാസൈ ആനീല സ്നിഗ്ധ പശ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭൂതേ സാന്ദ്രശ്ചായം വിശാല അരുണ കമലദളാകാരം ആമുഗ്ധതാരം കാരുണ്യ ആലോക ലീലാ ശിശിരിതഭുവനം ക്ഷിപ്യതാം മയി അനാഥേ. ഹൃദ്യം പൂർണ്ണ അനുകമ്പാർണവ മൃദുലഹരീ ചഞ്ചല ഭ്രൂവിലാസൈ. ഹൃദ്യം മോഹനം അല്ലെങ്കിൽ വിമോഹന അല്ലെങ്കിൽ മനോഹരമായിരിക്കുന്നത്. എന്താണ് മനോഹരം? പൂർണ്ണാനുകമ്പ അർണവ, ഭഗവാന്റെ ആ ദയയെ ഒരു സാഗരമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. അതിലെ മൃദുലഹരി ചഞ്ചല, ചെറിയ തിരകളെ പോലെ ഇങ്ങനെ ചഞ്ചല ചലിക്കുന്ന, ഇളകിക്കൊണ്ടിരിക്കുന്ന ഭ്രൂവിലാസൈഹി, ഭഗവാന്റെ പുരിക കൊടികൾ. ആനീല സ്നിഗ്ധ പശ്മാവലി പരിലസിതം, കറുത്ത് മിനുത്ത കൺപീലികൾ കൊണ്ട് മനോഹരമായിരിക്കുന്നതും സാന്ദ്രശ്ചായം, മനോഹരമായിരിക്കുന്നതും വിശാല അരുണ കമലദളാകാരം, വളരെ നീണ്ട് ഇടംപെട്ട ചെന്താമരപ്പൂതളിൻ്റെ വടിവോട് കൂടിയതും കാരുണ്യ ആലോകലീലാ ശിശിരിത ഭുവനം, കരുണാകടാക്ഷ വീക്ഷണങ്ങളാൽ ഈ ലോകത്തെ മുഴുവൻ കുളിർപ്പിക്കുന്നവയുമായ നേത്രയുഗ്മം വിഭോതേ, അങ്ങയുടെ നേത്രങ്ങൾ, രണ്ട് കണ്ണുകൾ അല്ലയോ ഭഗവാനെ, ക്ഷിപ്യതാം മയി അനാഥേ, അങ്ങയുടെ കണ്ണുകളുടെ ദൃഷ്ടി
എന്നിലേക്ക് പതിപ്പിക്കണമേ. എങ്ങനെയുള്ള ഞാൻ? അനാഥേ, മറ്റുള്ള നാഥന്മാരാരുമില്ലാത്തിരിക്കുന്ന ഏഴയായ അനാഥനായ എന്നിലേക്ക് അങ്ങയുടെ ആ ദൃഷ്ടി പതിപ്പിക്കണമേ. ഇവിടെ ഭഗവാന്റെ ആ ദയയെ ഒരു സാഗരമായി സങ്കല്പിച്ചുകൊണ്ട് ആ സാഗരത്തിലുള്ള തിരമാലകൾ ഇളകുന്നത് പോലെ ഭഗവാന്റെ പുരികക്കൊടികൾ ഇങ്ങനെ ഇളകുന്നു. അതുപോലെ തന്നെ കറുത്ത് മിനുത്ത ഇമരോമങ്ങളാൽ അഴകാർന്നവയും കാന്തിമുറ്റിയവയും ദീർഘമായിരിക്കുന്ന ഒരു ചെന്താമരപ്പൂവ് ഇതളിന് തുല്യമായിരിക്കുന്നതുമായ ഭഗവാന്റെ മനോഹരമായ കൃഷ്ണമണിയെയും പിന്നെ കാരുണ്യാലോകലീല ശിശിരിത ഭുവനം, ഭഗവാന്റെ ആ നോട്ടം കൊണ്ട് ഈ ലോകം മുഴുവൻ കുളിർപ്പിക്കുന്നതായ ആ ദൃഷ്ടി, അല്ലയോ ഭഗവാനെ, ഈ അനാഥനായ എന്നിൽ പതിയണമേ, അങ്ങ് എന്നെ തൃക്കൺ പാർക്കണമേ എന്നാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ പുരിയക്കൊടികളെയും കൺപീലികളെയും കൃഷ്ണമണിയെയുമാണ് മേൽപ്പത്തൂർ ചിത്രീകരിച്ചിരിക്കുന്നത്. ദയാസാഗരം തന്നെയായിരിക്കുന്ന ഭഗവാന്റെ ആ ദൃഷ്ടി അനാഥനായിരിക്കുന്ന എന്നിൽ പതിക്കണമേ എന്നാണ് മേൽപ്പത്തൂരിൻ്റെ അപേക്ഷ. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരി ചഞ്ചല ഭ്രൂവിലാസൈ ആനീല സ്നിഗ്ധ പശ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോതേ സാന്ദ്രശ്ചായം വിശാലാരുണ കമലദളാകാരമാം മുഗ്ധതാരം കാരുണ്യാലോകലീലാ ശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ. ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുര പ്രോല്ലസദ്ഗണ്ഡപാളി വ്യാലോലത് കർണപാശാഞ്ചിതമകരമണി കുണ്ടല ദ്വന്ദ്വദീപ്രം ഉന്മീലദന്തപങ്ക്തിസ്വരതരുണധര ഛായബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരധരം വക്ത്രമുദ്ഭാസതാം മേ. ഉത്തുംഗ ഉല്ലാസിനാസം ഹരിമണിമുകുര പ്രോല്ലസത് ഗണ്ഡപാളി വ്യാലോലത് കർണപാശ അഞ്ചിത മകരമണി കുണ്ടല ദ്വന്ദ്വദീപ്രം ഉന്മീല ദന്തപങ്ക്തി സ്ഫുരത് അരുണധര ഛായ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരധരം വക്രം ഉദ്ഭാസതാം മേ. ഉത്തുംഗ ഉല്ലാസിനാസം, ഉയർന്നു ശോഭിക്കുന്ന മൂക്കോട് കൂടിയതും, ഹരിമണിമുകുര ഇന്ദ്രനീല കണ്ണാടി പോലെ പ്രോല്ലസത് മിന്നിത്തിളങ്ങുന്ന ഗണ്ഡപാളി കവിൾത്തടങ്ങളിൽ വ്യാലോലത് ആടിക്കളിക്കുന്ന കർണപാശാഞ്ചിത മകരമണി കുണ്ടല ദ്വന്ദ്വദീപ്രം, കർണങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ളതായ രണ്ട് രത്നകുണ്ടലങ്ങളാൽ മിന്നിത്തിളങ്ങുന്നതും, ഉന്മീല ദന്തപങ്ക്തി, ഭഗവാന്റെ മന്ദഹാസത്തിനിടയിൽ കുറഞ്ഞു കാണാവുന്ന ഭഗവാന്റെ ദന്തങ്ങൾ പല്ലിൽ നിരകളോട് കൂടിയതും, സ്ഫുരത് അരുണധര ഛായ ബിംബാധരാന്ത, മെല്ലെ ഇളകുന്നതും തൊണ്ടിപ്പഴം പോലെ ചുവന്നതുമായിരിക്കുന്ന ഭഗവാന്റെ ആ അധരങ്ങളുടെ മധ്യത്തിൽ പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരധരം, അവിടെ ഒഴുകുന്ന ഒരു മന്ദഹാസം കൊണ്ട് മധുരധരം ഏറ്റവും മാധുര്യം ഉള്ളതും ആയ തേ വക്ത്രം, അങ്ങയുടെ മുഖം മേ ഉദ്ഭാസതാം, എന്നും എൻ്റെ മനോമുകുരത്തിൽ തെളിഞ്ഞു കാണണമേ.
ഇവിടെ ഭഗവാന്റെ നാസികയെ ആദ്യം കാണുന്നു. അത് കഴിഞ്ഞ് കവിൾത്തടത്തിൽ കിടന്ന് ആടിക്കളിക്കുന്ന മകരമത്സ്യാകൃതിയിലുള്ള കർണാഭരണത്തെ കാണുന്നു. പിന്നീട് ഭഗവാന്റെ പല്ലിൽ നിരകളെ കാണുന്നു. പിന്നെ ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന അധരങ്ങളെ കാണുന്നു. ആ അധരങ്ങളിൽ കളിയാടുന്ന ഭഗവാന്റെ മധുരമേറിയ മന്ദഹാസത്തെയും കൂടി മേൽപ്പത്തൂർ കാണുകയാണ്. ഇപ്രകാരമുള്ള അങ്ങയുടെ ഈ തിരുമുഖം എൻ്റെ മനോമുഖരത്തിൽ എന്നും തെളിഞ്ഞു നിൽക്കണമേ എന്നാണ് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത്. ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുര പ്രോല്ലസദ്ഗണ്ഡപാളി വ്യാലോല കർണപാശാഞ്ചിത മകരമണി കുണ്ടല ദ്വന്ദ്വദീപ്രം ഉന്മീലദന്തപങ്ക്തിസ്വര തരുണധര ഛായബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്ത്രമുദ്ഭാസതാം മേ ബാഹുദ്വന്ദേന രത്നോജ്വല വലയവൃത ഷോഡപാണി പ്രവാളേനോപാത്താം വേണുനാളീം പ്രസൃതനഖമയൂഖാങ്കുലീ സംഘശാരം കൃത്വാ വക്ത്രാരവിന്ദേ സുമധുരവികസത് രാഗമുദ്ഭാവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈ സിഞ്ചമേ കർണവീഥിം ബാഹുദ്വന്ദേന രത്നോജ്വല വലയവൃത ശോണപാണി പ്രവാളേന ഉപാത്താം വേണുനാളീം പ്രസൃത നഖമയൂഖാങ്കുലി സംഘശാരാം കൃത്വാ വക്ത്ര അരവിന്ദേ സുമധുര വികസത് രാഗം ഉദ്ഭാവ്യമാനൈഃ ശബ്ദബ്രഹ്മാമൃതൈഃ ത്വം ശിശിരിതഭുവനൈഃ സിഞ്ച മേ കർണവീഥിം. ബാഹുദ്വന്ദേന ഭഗവാന്റെ രണ്ട് തൃക്കൈകളാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. എങ്ങനെയുള്ള തൃക്കൈകളാണ്? രത്നോജ്വല വലയവൃത, രത്നങ്ങൾ പതിച്ച് മിന്നത്തിളങ്ങുന്ന വളകൾ അണിഞ്ഞിട്ടുള്ളതും, ശോണപാണി പ്രവാളേന ചുവന്ന കൈത്തളിരുകളോട് കൂടിയതുമായ ആ രണ്ട് കൈകൾ, അതിൽ ഉപാത്താം പിടിച്ചിരിക്കുന്നത് വേണുനാളിയും, ആ ഓടക്കുഴൽ പിടിച്ചിരിക്കുകയാണ് രണ്ട് കൈകൾ കൊണ്ട് ഭഗവാൻ. പ്രസൃത നഖമയൂഖാങ്കുലി സംഘശാരാം, ആ നഖങ്ങളുടെ വ്യാപിക്കുന്ന ആ പ്രകാശം അത് കൈവിരലുകളുടെ സമ്പർക്കം കൊണ്ട് നാനാ വർണ്ണങ്ങൾ പൊഴിക്കുന്നതായും, കൃത്വാ വക്ത്രാരവിന്ദേ, ആ ഓടക്കുഴലിനെ തൻ്റെ മുഖത്തോട് ചേർത്ത് വച്ചിട്ട്, സുമധുര വികസത് രാഗം, വളരെ മനോഹരമായ രാഗങ്ങൾ പൊഴിക്കുന്നതായിട്ട്, ശിശിരിത ഭുവനൈ, ഈ ലോകത്തെ മുഴുവൻ കുളിർപ്പിക്കുന്നവയുമായ ശബ്ദ ബ്രഹ്മാമൃതൈഹി, ശബ്ദബ്രഹ്മമാകുന്ന അമൃതം, ആ അമൃതങ്ങളാൽ മേ കർണവീഥിം സിഞ്ച, എൻ്റെ കർണപുടങ്ങളെ കുളിർപ്പിക്കണമേ. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ തൃക്കൈകളെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആ തൃക്കൈകളിൽ ഭഗവാൻ രത്നങ്ങൾ പതിച്ച് മിന്നിത്തിളങ്ങുന്ന വളകൾ അണിഞ്ഞിട്ടുണ്ട്. ആ കൈകൾ വളരെ മൃദുലമായിട്ട് താമര പോലെ സുന്ദരമായിരിക്കുന്നതാണ്. ആ കൈകളെ കൊണ്ട് ഭഗവാൻ ഓടക്കുഴൽ മുഖത്തോട് ചേർത്ത് വച്ചിരിക്കുന്നു. എന്നിട്ട് ആ കൈവിരലിലെ നഖങ്ങളിൽ നിന്ന് പൊഴിയുന്ന പ്രകാശം പല വർണ്ണങ്ങളെയും പൊഴിക്കുന്നതാണ്. മുഖത്തോട് ചേർത്ത് വച്ചിരിക്കുന്ന ഓടക്കുഴൽ നിന്ന് എല്ലാ ശബ്ദബ്രഹ്മമാകുന്ന രാഗങ്ങളും ഉതിരുന്നുണ്ട്. ആ ശബ്ദങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ
കുളിർപ്പിക്കുന്നതായ ആ നാദ ബ്രഹ്മാമൃതത്താൽ എൻ്റെ കർണങ്ങളെയും കുളിർപ്പിക്കണമേ എന്നപേക്ഷിക്കുകയാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്. ഭഗവാൻ തൻ്റെ ഓടക്കുഴലിൽ നിന്ന് നിർഗമിക്കുന്ന നാദങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ഏതൊരു ജീവിയെയാണ് മോഹിപ്പിക്കാത്തത് എന്നാണ്. വേണുഗാനം എന്ന് പറയുന്ന ആ ഭാഗം ഭാഗവതത്തിൽ പറയുമ്പോൾ അവിടെ ഈ ശബ്ദം കേൾക്കുന്ന ഗോപന്മാരായാലും ഗോപസ്ത്രീകളായാലും പശുക്കളായാലും ഏത് ജീവികളായാലും അവരെല്ലാം സ്വയം മതിമറന്ന് നിന്നു പോകുന്നതായ ഒരു രംഗം കൂടി അവിടെ നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നുണ്ട്. അത്ര മനോഹരമായിരിക്കുന്ന ശബ്ദ സൗകുമാര്യമാണ് ഭഗവാന്റെ ഓടക്കുഴലിൽ നിന്ന് പൊഴിയുന്നത് എന്നാണ്. ആ മനോഹരമായ വേണുഗാനം, വേണുനാദം എൻ്റെ ചെവികളെ കുളിർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്. ബാഹുദ്വന്ദേന രത്നോജ്വല വലയവൃത ശോണപാണി പ്രവാളേനോപാത്താം വേണുനാളിം പ്രസൃതനഖമയൂഖാങ്കുലി സംഘശാരം കൃത്വാ വക്ത്രരവിന്ദേ സുമധുര വികസത് രാഗമുദ്ഭാവ്യമാനൈ ശബ്ദ ബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈ സിഞ്ചമേ കർണവീഥിം.